നമുക്ക് കാപ്പുടിച്ചിട്ട് ബാക്കി വർത്താനം പറയാം. അതെ, അതാ അതിന്റെ ഒരു ശരി. സുഭദ്ര എവിടെ? കുടിക്കാൻ എന്തേലും എടുക്ക. എന്നാ മോളകത്തേക്ക് പൊക്കോളൂ. കുട്ടിയെ കണ്ടില്ലേ? ഇനി പ്രത്യേകിച്ച് സംസാരിക്കണമെന്നോ മറ്റോ ഉണ്ടെങ്കിൽ അല്ല, അതല്ലേ ഇപ്പോഴത്തെ കാലത്തെ ഒരു ഫാഷൻ. ഏയ്, എന്താ പത്ര പ്രത്യേകിച്ച് പറയാൻ? ഞങ്ങൾ പണിക്കരോട് വിവരം പറയാം. എന്താ, അതല്ലേ അതിൻ്റെ ഒരു ചിട്ട. മതി മതി, ശരി. എവിടേക്കാ നീയെ? വായനശാല വരെ. ആ പണിക്കർ അവിടെ എങ്ങാനും ഉണ്ടോ എന്ന് നോക്കോ. എന്തെങ്കിലും പറയണോ? വേണ്ട, കണ്ട എത്ര വരെ ഒന്ന് വരാൻ പറയേ. ആ ജയിച്ചു മാഷേ, അവർക്ക് കുട്ടിയെ പിടിച്ചു. അതെയോ? പണിക്കരെ കണ്ടാതെ എപ്പം ഇങ്ങോട്ട് വരാൻ ബാലുവിനോട് പറഞ്ഞോളൂ. വരിക. സുമിത്രയുടെ ഭാഗ്യാന്ന് കരുതിക്കോളൂ. നല്ല പയ്യൻ, നല്ല ജോലി. മാഷക്ക് ഇത് കൂടുതൽ എന്താ വേണ്ടത്? കാവിലമ്മ കാത്തു. എനിക്കും തോന്നി പണിക്കരെ ശരിയാവുന്നു. പണിക്കരക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കുക. ആ, ഇന്ന് സംഭാരം കൊണ്ടൊന്നും കാര്യം നടക്കില്ല കേട്ടോ. നല്ല കടുപ്പത്തിലൊരു ചായ തന്നെ ആയിക്കോട്ടെ. ചെക്കൻ്റെ അമ്മാവൻ നാളെ വരും. ഞാൻ പോയിട്ട് വരാ. ശരി. അല്ല, എവിടേക്കാ ബാലകൃഷ്ണൻ? വായനശാലയിലേക്ക് അത്രേ. ആ വരി വരിക. വൈകണുണ്ടപ്പോ എന്താണാവോന്ന് വിചാരിച്ചു. ഇരിക്കുക. ആദ്യത്തെ ബസ് തെറ്റി, അതേ ലേശം വൈകിയത്. അതെ, സുഭദ്ര ചായയാവാം. വിവരങ്ങളൊക്കെ പണിക്കര് പറഞ്ഞിട്ടുണ്ടാവൂലോ. കുട്ടിയെ ഞങ്ങൾക്ക് പിടിച്ചു. ജാതകത്തില് 18 പൊരുത്തവും കിട്ടിയിരിക്കുന്നു. ഇനിയിപ്പോ അങ്ങോട്ട് തീരുമാനിക്കുക, അതല്ലേ? അതെ അതെ, എന്റെ കാര്യമൊക്കെ പണിക്കര് പറഞ്ഞിട്ടുണ്ടാവൂലോ. ഞങ്ങളുടെ കാര്യം അങ്ങോട്ട് തുറന്നു പറയാം. അവന് വലിയ വലിയ ആലോചനകൾ വരായല്ല. ചെറിയ കുടുംബം മതി, വലിയ കൊമ്പ് പിടിക്കണ്ടെന്ന് ഞാനാ പറഞ്ഞത്. മാഷയുടെ വീടുമായിട്ടുള്ള ബന്ധം ഒരു ഭാഗ്യ, സംശയം വേണ്ട. അതിനിപ്പോ അല്ലാന്നൊന്നും പറഞ്ഞില്ലല്ലോ. പറയുമ്പോ എല്ലാം അങ്ങോട്ട് പറയണം. ചെക്കൻ്റെ ഇളയതിന് ഒരാലോചന മുറുകി നിൽക്കുക. ഗൾഫിൽ നിന്നാ. വീടും പറമ്പും അവൾക്ക് കൊടുക്കണം. അപ്പോ കയറി ചെല്ലിനോടത്ത് അവനൊരു വീടുണ്ടാവണം. അതിനാ ഇപ്പൊ പ്രയാസം. ഒക്കെ ഉണ്ടാവും. അല്ല, ഉള്ള കാര്യം തുറന്നു തന്നെ പറയണം. സുമിത്രയ്ക്ക് ഒരു ജോലി കിട്ടാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. സുഭദ്രയുടെ 10 സെന്റ് സ്ഥലത്തൊരു വീട് പണിയണം. അല്ല, ഇനിയിപ്പോ വേറൊരു വീട് എന്തിനാ മാഷേ? ഇവിടെ ഇപ്പൊ ഒരു വീടും പറമ്പൂല്ലേ? ഇത് വാടക വീടല്ലേ? ഇതിപ്പോ തന്നെ ഒഴിയണം ആ ഉടമസ്ഥന്. എന്താ പണിക്കരെ, താനിക്കാരി ഇതുവരെ മിണ്ടിയില്ലല്ലോ. നിങ്ങളത് ചോദിച്ചോ ഇല്ലാലോ. മാഷിക്ക് കാര്യമായ സമ്പാദ്യമൊന്നും ഇല്ലാന്ന് ഞാൻ പറഞ്ഞല്ലേ. 10-30 വർഷം മാഷായി ഇരുന്നിട്ട് ഒരു വീടും കൂടി ഇല്ലാന്ന് പറഞ്ഞ ആർക്കാ വിശ്വാസാവുക? വിദ്യ എന്നെ വലിയ ധനം കരുതി കുട്ടികളെ പഠിപ്പിച്ചു. അവൻ എത്ര മുന്തിയ ആലോചനകൾ വന്നതാ. എൻ്റെ ഒരു വാക്കിലാ ഇത് മതിയെന്ന് വെച്ചത്. കേറിക്കിടക്കാൻ ഇടയില്ലാത്തവരാവുന്ന് കരുതിയില്ലേ? അച്ഛാ, ഈ ആലോചന ഇവിടെ നിർത്താം. എനിക്ക് സമ്മതമല്ല. അധിക പ്രസംഗം പറയല്ല, പക്ഷെ ഇത്തിരി അഭിമാനമുണ്ട്. കേറിക്കിടക്കാൻ ഇടമില്ലെങ്കിലും അന്തസ്സുള്ളവരാ ഞങ്ങൾ. പണിക്കരെ, താൻ കൊണ്ടുവന്ന ആലോചന ബഹു കേമം തന്നെ. നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അത് വേണ്ട, പെടക്കോഴി കൂവുന്നിടത്ത് ഇനി നിന്നൂടാ.
വരേ ഒന്ന് നിക്ക, ഒരു കാര്യം പറയട്ടെ. നീ 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 അത്രയ്ക്കായോ? എന്താ ഈ കാണിക്കണേ? എനിക്ക് വേണ്ടി അച്ഛൻ ചെറുതാവരുത്. ഇങ്ങനെയാ പെൺകുട്ടികള്. നാട്ടുകാർ മുഴുവനും അറിയില്ലേ? ഇനി ഒരാളെ പഠിച്ചവിട്ടുവോ? ഒരാലോചന നിനക്ക് വരുമോ? എന്റെ കാവിലമ്മേ. അമ്മേ, എന്തൊക്കെ പറയണേ? ഇതിനു മാത്രം എന്താ ഇപ്പൊ ഇവിടെ ഉണ്ടായേ? കേട്ടാ മിണ്ടരുത്. ഇവിടെ അച്ഛന്റെ മുഖത്ത് കരിവാരി തേച്ചില്ലേ? അച്ഛന്റെ മുഖത്ത് ഒരു കാര്യം പൊന്നിട്ടില്ല. ഞാൻ പറയേണ്ടത് ഇവള് പറഞ്ഞേ ഉള്ളൂ. വീടും പറമ്പ് സ്വപ്നം കണ്ട് എന്റെ പെങ്ങളെ ഒരുത്തനും കെട്ടണ്ട. അവൾക്ക് ഞാനുണ്ട്. സാരില്ല, പോട്ടെ. എനിക്കിത്തിരി വല്ലതും കുടിക്കാൻ കിട്ടിയ തിരക്കേട്ടില്ല. വല്ലാത്ത ദാഹമുണ്ട്. എന്താ മാഷെ രാവിലെ തന്നെ? ഞാൻ തന്നെ കണ്ടൊരു കാര്യം അറിയാൻ വന്നതാ. ഒരാളെ അയച്ചാ പോരായിരുന്നു മാഷെ. ഞാൻ അങ്ങോട്ട് വന്നേനല്ലോ. ഒരു നമുക്ക് അകത്തിരിക്കാം. വേണ്ടടോ, ഇവിടെ ഇരിക്കാം. എന്താ മാഷെ കാര്യം? ഞാനൊരു വീട് പണിതാലോ എന്ന് ആലോചിക്കുക. അത് വേണ്ട തന്നെ മാഷെ. അപ്പൊ തന്നോടൊന്നും ചോദിക്കാന്ന് കരുതി. ആരാ തന്റെ വീട് പണിതത്? എഞ്ചിനീയർ തോമസ് മാത്യു. ആളെങ്ങനെ? പേര് കേട്ട ആളല്ലേ മാഷെ. ഞാൻ ഗൾഫിലായിരിക്കുമ്പോ ചങ്ങായിമാര് പലരും പണിയിക്കണ കണ്ടിട്ട് അങ്ങനെ എന്റെ വീട് മൂപ്പരെ ഏൽപ്പിക്കാണ്ടായത്. അയാൾ അധികം ചെലവില്ലാതെ പണിതു തരുമോ ഋഷിതേ? നമുക്ക് ചോദിച്ചു നോക്കാം മാഷെ. അയാൾ എവിടെയാ താമസം? ഞാൻ കൊണ്ടുവിടാം. വേണ്ട, താൻ ആ വിലാസം തരാ, ബാക്കി ഞാനായിക്കോളാം. ഏതായാലും മാഷിന് ഇഷ്ടം പോലെ ആട്ടെ. ഞാൻ ഏതായാലും മൂപ്പരെ ഫോൺ ചെയ്ത് വിവരം ഒന്ന് അറിയിക്കട്ടെ. ആയിക്കോട്ടെ. ഞാൻ അഡ്രസ് കൊണ്ടുത്തരാം. മാഷിരിക്കെ. ചായ എടുക്കട്ടെ മാഷെ? വേണ്ട വേണ്ട, താൻ വിലാസം തരാ. മാഷെ ഗുഡ് മോർണിംഗ് സാർ. വരൂ, ഇരിക്കൂ. റഷീദ് വിളിച്ചിരുന്നു. എനിക്കൊരു കെട്ടിടം വെക്കണമെന്നുണ്ട്. റെസിഡൻഷ്യൽ? അതെ അതെ, താമസിക്കാൻ തന്നെ. എത്ര ആളുണ്ടാവും? ഭാര്യയും 2 കുട്ടികളും. കുട്ടികൾ മുതിർന്നവരാ, പഠിപ്പ് കഴിഞ്ഞ് നിൽക്കുക. ചെറിയൊരു വീടാ മനസ്സിൽ. എന്നാലും ഒരു 3 ബെഡ്റൂം വേണ്ടേ? ലിവിംഗ് കം ഡൈനിങ്, സ്റ്റഡി, സിറ്റ് ഔട്ട്. മാഷ് കാറുണ്ടോ? ഇല്ലില്ല. അപ്പോൾ പോർച്ച് വേണ്ടാന്ന് വെക്കാം. എന്തായാലും സൈറ്റ് കാണട്ടെ. ഇപ്പറഞ്ഞ മാതിരി വീടിന് എത്രയാവും ഉദ്ദേശം? റഫായിട്ട് പറഞ്ഞാൽ 10 lakhs അടുത്ത്. അപ്പോ ആലോചിച്ചിട്ട് പറയൂ. ഇതാ എൻ്റെ കാർഡ്. ഒന്ന് വിളിച്ചാൽ മതി, ഞാൻ സൈറ്റ് നോക്കാൻ വരാം. ഓക്കെ. ഞാൻ പറയാച്ച ആ കുട്ടി പറഞ്ഞാലും ഉണ്ട് ശരി. ശരിയോ തെറ്റോ, ആ ആലോചന അലസി ഇല്ലേ പണിക്കരെ? ഇപ്പോഴത്തെ സ്ഥിതി അതന്നെയാ. മാസ്റ്ററിന്റെ ഒരു കഷ്ടകാലേ. എത്ര നല്ല മനസ്സനാ. ഈ ദുനിയാവിൽ കാണില്ല ഇത്തരം മനസ്സന്മാരെ. അതിപ്പോ കുട്ടികൾക്ക് 2 പഠിപ്പില്ലേ, ജോലി കിട്ടാണ്ട് വരൂ. ആ മാഷല്ലേ ആ പോണ്? എവിടെ മാഷേ? നിക്കി, ഞമ്മളാ ബൈക്കുണ്ട്. ഇങ്ങനെയൊക്കെയാ കാര്യങ്ങൾ. എന്താ ചെയ്യേണ്ടെന്ന് എനിക്കൊരു നിശ്ചയമില്ല.
മാസ്റ്റർ ഇപ്പൊ പറഞ്ഞ ബയ്യ നല്ലതെന്ന് എനിക്കും തോന്നുന്നുണ്ട്. സുഭദ്രാമ്മയുടെ സ്ഥലത്ത് ഒരു പെരകെറ്റിൻ മാഷെ നീ വൈകിക്കണ്ട. ആ ഹമുക്ക മാധവൻ നായർ ഇത്തരക്കാരനാകുമ്പോൾ നമ്മൾ കരുതിയിരുന്നില്ല. ഖദീജ, 2 കസേര എങ്ങനെ എടുത്താ? ഇടിവെട്ടേറ്റവനെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ എന്റെ സ്ഥിതി. നിങ്ങൾ വെറുതെ ബേജാറാവാണ്ടിരിക്കും മാഷെ. പേരപ്പണിക്ക് ഉത്സാഹിക്കും, ഞമ്മളില്ലേ കൂടെ. പെര കയറ്റാന്ന് പറഞ്ഞാ പണം വേണ്ടേ മുഹമ്മദേ? 10 ലക്ഷം ഉറുപ്പ്യ വേണ്ടി വരുന്ന എഞ്ചിനീയർ തോമസ് പറഞ്ഞത്. അല്ല, 10 ലക്ഷോ? ഞാൻ ഇത്രയും തുക എവിടെ നിന്ന് ഉണ്ടാക്കാനാ മുഹമ്മദേ? വീട്ടിൽ തിരിച്ചു പോയിട്ട് സുഭദ്രയോട് ഇത് പറയാനും കൂടി തോന്നില്ല എനിക്ക്. ഒരു വഴിയുണ്ട് മാഷെ, ഇരിക്കെ, ഞമ്മൾ ഇതാവൻ. നിങ്ങളിതൊന്ന് വായിച്ചു നോക്കി. എന്തേ? വായിച്ചിട്ട് തരക്കേടില്ല, പക്ഷേ. എന്താന്നൊരു പക്ഷേ? ഏട്ടിലെ പശുവല്ലേ മുഹമ്മദേ, പുല്ല് തിന്നോ? അത് വിടിൻ, ഈ പശു പുല്ല് തിന്നും. അത് പോട്ടെ, PF-ഉം ഗ്രാറ്റുവിറ്റിയും ആയി മാഷിന് എത്ര ഉറുപ്പ്യ പോരും? ഒരു 2 ലക്ഷം ഉണ്ടാവും. നിങ്ങൾക്ക് മാർബിൾ കൊണ്ട് ഒരു മഹലൊന്നും പണിയണ്ടാലോ. പകല് പെരുമാറണം, രാത്രി സ്വൈരായിട്ട് കിടന്നുറങ്ങണം, അത്രയല്ലേ വേണ്ടൂ? അതന്നെ ധാരാളം മുഹമ്മദേ. ശരി, നമ്മൾ നാളെ ഒരു സ്ഥലം വരെ പോണം. അത് ശരിയാവോ മുഹമ്മദേ? എവിടേക്കാ നമ്മള്? നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് വീട് വെക്കാൻ സഹായിക്കണ ഒരു കൂട്ടം ആൾക്കാരുണ്ട്. നമ്മുടെ ഒരു കുട്ടിയുണ്ട് ആ കൂട്ടത്തില്, നമ്മുടെ നസീറിന്റെ ചങ്ങായിയാ. നമുക്ക് ആ കുട്ടിയെ ഒന്ന് കണ്ടു നോക്കാം. അത് നിങ്ങൾ സമാധാനമായിട്ട് വീട്ടിലേക്ക് അടയ്ക്കും മാഷേ. പേരയിൽ ഒരു നിങ്ങളെ കാണാഞ്ഞ് ബേജാറാവുണ്ടാവും. മുഹമ്മദേ, ഒക്കെ ശരിയാവും മാഷേ. നടന്നോളി, നമ്മളില്ലേ നിങ്ങക്ക്? ഇതാ നമ്മുടെ സ്ഥലം. Yes, come in. മുഹമ്മദ് കെയോ? നമ്മളാണേ. ഇത് അച്യുതവാരൻ മാഷ്. ഞമ്മന്റെ മാത്രല്ല, നാട്ടുകാരുടെ മുയ്യോ മാഷാ. ഞമ്മളൊപ്പം പഠിച്ചതാ. നമ്മൾ വന്ന വിഷയം മാഷക്കൊരു പെര കയറ്റണം. പവർ കാട്ടാനല്ല, പാർക്കാൻ. ആവാലോ, എന്താ പ്രയാസം? ഈ മാസ്റ്റർ പെൻഷനായി, വാടക വീട്ടിലാ താമസം. മാസ്റ്റർക്കൊരു പെര കയറ്റണം. നിങ്ങൾ കൂട്ടിയാ കൂടുവോ, അതോ നമ്മൾ നാട്ടുകാരെയും കൂട്ടി ഓലയും മുളയും തിരക്കണോ? ഓലയ്ക്കും മുളയ്ക്കും എന്താ മോശം? അത് നല്ല മെറ്റീരിയൽസാ. മാഷ്ട കാര്യം നമുക്ക് നടത്താം, ഇക്ക ബേജാറാവണ്ട. അങ്ങനെ പറയും മാഷേ. ഇക്കുട്ടി ശീമബിലാത്തിയൊക്കെ കറങ്ങി വന്നിട്ടാ ഈ കാട്ടുമുക്കിൽ വന്ന് കൂടിയിരിക്കണേ. എന്റെ നസീറിന്റെ ചങ്ങായിയാ. നസീർ ലീവിലെങ്ങാനും വീട്ടിലെത്തിയിട്ടുണ്ടേക്കാ? ഓൻ ജനുവരിയിൽ വന്നിട്ട് പോയി. സാർ, MD വരുന്നുണ്ട്. ടൂറിലായിരുന്നല്ലോ. എക്സ്ക്യൂസ് മീ നന്ദൻ, ആ ചുങ്കത്തറ പ്രോജക്റ്റിന്റെ റിപ്പോർട്ട് എനിക്ക് വേണം. ഞാൻ അങ്ങോട്ട് പോകുന്ന വഴിയാണ്. ഓക്കെ സർ.
വാര്യർ മാഷല്ലേ ഇത്? മാഷ്ക്കെന്നെ മനസ്സിലായില്ല അല്ലേ? ഇന്റർ സ്കൂൾ പ്രസംഗ മത്സരത്തിന് ഒരു കുട്ടിയെ കോച്ച് ചെയ്തിരുന്നത് ഓർമ്മയുണ്ടോ? ശശിഭൂഷൺ. അപ്പൊ മാഷെന്നെ മറന്നില്ല. പഠിപ്പിച്ച ഓരോ കുട്ടിയും ഓർമ്മയിലുണ്ട്. പെട്ടെന്ന് ആരാ എന്താന്ന് അങ്ങോട്ട് ഓർമ്മ വരില്ല, അത്രേ ഉള്ളൂ. ഇവിടെ ഇപ്പോ ഞാനിതിന്റെ എം ഡി ആണ്. മാഷ് ഇവിടെ? എനിക്കൊരു വീട് പണിയണമെന്നുണ്ട്. മുഹമ്മദ് കുട്ടി കൂട്ടിക്കൊണ്ടുവന്ന എന്നെ ഇവിടെ. നോക്കൂ നന്ദൻ, എൻ്റെ മാഷാണ്. എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കണം. ഷോ സർ. ഞാൻ അല്പം ധൃതിയിലാണ്. ഇറങ്ങട്ടെ മാഷേ. മാഷേ, നിങ്ങൾ വലിയ ആളാ. പഠിപ്പിച്ച കുട്ടികളൊക്കെ ഏതെല്ലാം നിലയിലാ? മാഷ് ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കൂ, എന്നിട്ടൊരു തീരുമാനം എടുക്കൂ. എനിക്കൊന്നും വായിച്ചാൽ മനസ്സ് നിൽക്കില്ല കുട്ടി. എനിക്ക് എത്രയും പെട്ടെന്നൊരു വീട് വേണം. കുട്ടി അത് സാധിച്ചു തരണം. ഒരു കാര്യം ചെയ്യാം, ഞാൻ നാളെ മാഷെ കാണാൻ വരാം. സൈറ്റ് ഒന്ന് കാണട്ടെ. എന്നിട്ട് മാഷുടെ ബഡ്ജറ്റ് നിൽക്കുന്ന ഒരു വീടിൻ്റെ പ്ലാനും എസ്റ്റിമേറ്റും തയ്യാറാക്കാം. എന്താ? എന്നാ അങ്ങനെ. ശരി. ആ, സുഭദ്രേ, സുഭദ്രേ, ഇത്തിരി സംഭാരം കൊണ്ട് എടുത്തോളൂ. ഭയങ്കര ദാഹം. പോയ കാര്യം എന്തായി? ഇന്നൊരു കുട്ടിയെ കണ്ടു. ഇതിനെ ഈ വെയിലും കൊണ്ട് പോയേ ഒരു കുട്ടിയെ കാണാൻ? അതന്നെയാ പറയണേ. ആ കുട്ടി ഒക്കെ ഏറ്റിരിക്കണു. IAS ഞാൻ പഠിപ്പിച്ച കുട്ടിയാ. നേരോ? നാളെ ആ കുട്ടിയുടെ ആളുകൾ ഇവിടെ വരും, തന്റെ സ്ഥലം നേരിട്ട് കാണാൻ. ഇത് നടക്കുമായിരിക്കും അല്ലേ? ഒക്കെ നടക്കൂടോ. തെങ്ങൊക്കെ ക്ഷീണിച്ചിരിക്കണല്ല. നല്ല മണ്ണാ. നോട്ടം കുറവായിട്ടാ ഇപ്പൊ ഇങ്ങനെ. എന്നാ നമുക്ക് മടങ്ങിയാലോ മാഷേ? എല്ലാം നല്ലോണം നോക്കിയല്ലോ അല്ലേ? ഓ,